ഹായ് ഹലോ. എന്താ പരിപാടി എന്നല്ലേ? നമ്മൾ മറ്റേ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക ഉണ്ടല്ലോ, അത് നമുക്ക് തോരൻ വയ്ക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, പിന്നെ കുറച്ച് അരിയാണ് ഞാനിടുന്നത്, ഉഴുന്നായാലും മതി, അതും ഇട്ട്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ചക്കയും ചക്കക്കുരുവും കൂടി അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത് മൂടി വെച്ച് വേവിക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങാ തിരുമ്മിയതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് നല്ലത്, കാന്താരി ഇല്ലായിരുന്നു എനിക്ക്. 3-4 അല്ലി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് വൻപയറും കൂടെ ചേർക്കുന്നുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ച് വെക്കുക. ഞാനിതിലേക്ക് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, അടച്ച് വെച്ചിട്ട് വേവിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടത്തുള്ളൂ. അത് കണക്കാക്കിയാണ് ആദ്യം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കില്ല. നമ്മൾ എന്നാലും ഒരു ശ്രദ്ധ വേണം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. പക്ഷേങ്കിൽ എളുപ്പമായതുകൊണ്ട് തന്നെ ചക്കക്കുരുവൊക്കെ വെന്ത് സോഫ്റ്റായിട്ട് നല്ല രുചിയായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ എളുപ്പം ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കേ.